നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല. അതുകൊണ്ട് തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് പുതിയൊരു പ്രോഗ്രാമുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മളുടെ 28 സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്, അവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ മുൻതൂക്കങ്ങൾ ഏതൊക്കെ പാർട്ടിക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു അവലോകനം. കാരണം ഇതിപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനുനിമിഷം മാറി മറിയുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഈ വാർത്ത കണ്ടു തീരുമ്പോഴേക്കും ഒരുപക്ഷെ മറ്റൊന്നായിരിക്കും ആ സംസ്ഥാനത്ത് സംഭവിക്കുക. ഏതായാലും നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്താണ് ഇപ്പോഴുള്ള സാഹചര്യം, അത് ഭാവിയിൽ എങ്ങനെയാകുമെന്നുള്ളതല്ല, ഇപ്പോഴുള്ള സാഹചര്യം. ഏതായാലും നമ്മൾ തുടക്കം കുറിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ ലോക്സഭാ സീറ്റുകൾ 6 എണ്ണമാണ്. 3 എണ്ണം BJPക്കും 3 എണ്ണം നാഷണൽ കോൺഫറൻസിനുമാണ് നിലവിലത്തെ സ്ഥിതി. 2019 സ്ഥിതി 6 സീറ്റുകളാണ്. അതിൽ ലോക്സഭാ സീറ്റുകൾ 1-2 കൂടുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സർവേകളും മറ്റും മണ്ഡല പുനർക്രമീകരണത്തിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായതാണ്. അത് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും 6 സീറ്റുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ ഈ 3 സീറ്റ് BJPക്കുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ BJPക്ക് എക്കാലവും കിട്ടുന്നതാണ്. അത് BJP കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടെങ്കിലും അധികാരത്തിലില്ലെങ്കിലും ഒക്കെ കിട്ടുന്ന താഴ്വരയിലെ സീറ്റാണ്, ജമ്മുവിലെ സീറ്റാണ്. ജമ്മുവിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് ജമ്മു. അവിടെ നിന്നുള്ള സീറ്റാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ BJPക്ക് സീറ്റ് ഉള്ള സ്ഥലം ജമ്മു, ലഡാക്ക്, ഉധംപൂർ, ഈ 3 സീറ്റാണ്. ഈ ഉധംപൂർ, ലഡാക്ക്, ജമ്മു ഇവിടെ BJP ആണ് ജയിച്ച് വരാറുള്ളത്. BJPക്ക് മേൽക്കൈയുള്ള സ്ഥലം തന്നെയാണ്. ഇനി നാഷണൽ കോൺഫറൻസ് ജയിച്ച സ്ഥലം നമുക്ക് സുപരിചിതമായ സ്ഥലമാണ്. എല്ലാ ആഴ്ചയിലും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അത് അനന്തനാഗ്. ഭീകരന്മാരുമായി എപ്പോഴും ഏറ്റുമുട്ടൽ നടന്ന നമുക്ക് എപ്പോഴും സുപരിചിതമായൊരു പേരാണ് അനന്തനാഗ്, ബാരാമുള്ള, ശ്രീനഗർ. ഈ 3 സ്ഥലങ്ങൾ, അതായത് കാശ്മീരിലുള്ള 3 മണ്ഡലങ്ങളാണ് ഇത്. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ നാഷണൽ കോൺഫറൻസ് പോലെ PDP പോലെയുള്ള ഈ വിഘടനവാദികളെയൊക്കെ സഹായിക്കുന്ന പാർട്ടികൾക്ക് മുൻതൂക്കമുള്ളതാണ്. കാരണം അവിടെ പലപ്പോഴും ഈ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇത്തരക്കാരെ വോട്ട് ചെയ്യിച്ച് ഇവർ അധികാരത്തിൽ വരുന്നത് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവിടെ ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് BJPക്കാരുടെ ഒരു വലിയ സ്വപ്നം ജമ്മു കാശ്മീരാണ്. അവർക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അധികാരത്തിൽ കയറിയാലും അവർ തൃപ്തരാകുകയോ സന്തോഷിക്കുകയോ ചെയ്യില്ല. പക്ഷേ ജമ്മു കാശ്മീരിൽ അധികാരത്തിലേറിയാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അത്. കാരണം അവർ കാലാകാലങ്ങളിൽ ആ പാർട്ടി രൂപീകൃതമായ കാലം മുതൽ, ഇല്ലെങ്കിൽ RSS എന്ന് പറയുന്ന സംഘടനയുടെ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലുമൊക്കെ അവർ സ്ഥിരം പറയുന്നൊരു കാര്യം ജമ്മു കാശ്മീർ നമ്മൾ ഭരിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും ആദ്യകാലത്ത് അത് മനസ്സിലായില്ല, ജമ്മു കാശ്മീർ എങ്ങനെയാണ് BJP ഭരിക്കുന്നത്. കാരണം ജമ്മുവിൽ കുറേ ഹൈന്ദവ വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടും. പക്ഷേ എങ്ങനെ അവർ ഭരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. കാരണം നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു കുത്തകയായിട്ടുള്ള സംസ്ഥാനമായിരുന്നു ഈ ജമ്മു കാശ്മീർ. കോൺഗ്രസ് അധികകാലം ഭരിച്ചിട്ടുണ്ട്, PDP ഭരിച്ചിട്ടുണ്ട്. പക്ഷേ BJP എങ്ങനെ വരും? കാരണം BJP ഇല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് 2014 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 25 നിയമസഭാ സീറ്റുകൾ നേടി. അവിടെ അവർ PDPയുമായി ഒരു സഖ്യം ചേർന്നു. മെഹബൂബ മുഫ്തിയുടെ PDP. എങ്ങനെയാണ് സഖ്യമെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്നു. വിചിത്രമായൊരു സഖ്യം, മോരും മുതിരയും പോലൊരു സഖ്യം. ഒരിക്കലും ഒരുപക്ഷെ CPMുമായിട്ട് BJP അലയൻസ് ആയാൽ പോലും ആർക്കും അത്ഭുതം ഉണ്ടായില്ല. പക്ഷേ PDP പോലെ ഈ വിഘടനവാദികൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുമായി എങ്ങനെ BJP അലയൻസ് ആയി എന്നുള്ളതൊരു വിചിത്രമായ കാര്യം. ഇവിടെയാണ് നമ്മൾ BJPയുടെ ഒരു ബുദ്ധി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവരെ സംബന്ധിച്ച് ഒരിടത്തേക്ക് കടന്നു കയറി കഴിഞ്ഞതിന് ശേഷം അവരുടെ താമരവള്ളികൾ പതുക്കെ പടർത്തി അവിടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തന്നെയാണ് അവരുടെ ഒരു രീതി എല്ലാ കാലത്തും. അതിനുവേണ്ടി അവർ ഏത് ജഗത്താനും കൂട്ടുപിടിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ജമ്മു കാശ്മീർ. PDPയുമായി അവർ അലയൻസ് ആയപ്പോൾ തന്നെ ഇത് എന്ന് തകരുമെന്നുള്ളതാണ്. പക്ഷേ ഉടനെ ഒന്നും തകർന്നില്ല. കാരണം അവർക്ക് ലക്ഷ്യം ഭരണമായിരുന്നില്ല. പകരം അവർക്ക് അവരുടെ പാർട്ടി എല്ലായിടത്തും എത്തിക്കണമെന്നത്. അതിൽ അവർ ഏറെക്കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു. കാരണം BJPയുടെ എല്ലാ കാലത്തും സ്വപ്നം BJPക്കാരൻ കാശ്മീർ ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർ ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് PDPയുമായി സഖ്യം ചേർന്ന് മുൻപോട്ട് പോയത്. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ പെട്ടെന്നൊന്നും ആ സഖ്യം താഴെ പോയില്ല, പെട്ടെന്നൊന്നും ഭരണം പോയില്ല. BJPയുടെ ഏതാണ്ട് യൂണിറ്റൊക്കെ എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ ഭരണം ഭരിച്ച് താഴെ ഇടുക തന്നെ ചെയ്തു. ഏതായാലും അതിനുശേഷം അത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും അതാണ് അവിടുത്തെ ഒരു BJPയുടെ ഒരു മുന്നേറ്റം. പക്ഷേ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്നും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നമ്മൾ പ്രധാനപ്പെട്ട നാഷണൽ കോൺഫറൻസ്, BJP, PDP, കോൺഗ്രസ്, ഇത്രയും പാർട്ടികളെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നത്. പക്ഷേ ഈ പാർട്ടികൾക്ക് സഹായം നൽകുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടികൾക്ക് കുറച്ചുകൂടെ എനർജി നൽകുന്ന വേറെയും ചില പാർട്ടികളുണ്ട്. അവരെ നമ്മൾ കാണാതെ പോലെ. ഏതായാലും നമുക്ക് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടികളെ നോക്കാം. നാഷണൽ കോൺഫറൻസ്, PDP, BJP, കോൺഗ്രസ്,
CPM ഒരു MLA ഉണ്ടായിരുന്ന സ്ഥലമാണ്. CPM, ജമ്മു കാശ്മീർ അവാമി പാർട്ടി. ഈ പാർട്ടി ഒന്ന് നോട്ട് ചെയ്യണം, ജമ്മു കാശ്മീർ അവാമി പാർട്ടി. ഒപ്പം തന്നെ ജമ്മു കാശ്മീർ വർക്കേഴ്സ് പാർട്ടി, ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ്, ജമ്മു കാശ്മീർ പീപ്പിൾസ് പാർട്ടി, ജമ്മു കാശ്മീർ പീപ്പിൾസ് വർക്കേഴ്സ് പാർട്ടി, അങ്ങനെ അനവധി പാർട്ടികളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിയാണ് ദോഗ്ര സ്വാഭിമാൻ സംഘഥാൻ പാർട്ടി. അതായത് ഈ ദോഗ്ര സ്വാഭിമാൻ പാർട്ടിയെയും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ അവാമി പാർട്ടിയെയും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട പാർട്ടികളാണ്. കാരണം ഈ പാർട്ടികൾ ആണ് BJPക്ക് ജമ്മു കാശ്മീരിൽ ഒരു അടിത്തറ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ അവർക്ക് സഹായകരമായി നിൽക്കുന്നത്. അതിന് നമുക്ക് അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത മേഖലകളാണ് കാശ്മീർ മേഖല, അതായത് ശ്രീനഗർ ഉൾപ്പെടെയുള്ള കാശ്മീർ മേഖല. പക്ഷേ അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്ക് 4 സീറ്റ് നേടാൻ കഴിഞ്ഞത് ഈ പറയുന്ന അപ്നി പാർട്ടിയുടെ, ജമ്മു കാശ്മീർ അപ്നി പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണ്. അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജമ്മു കാശ്മീർ അപ്നി പാർട്ടി രൂപീകരിച്ചത് തന്നെ PDPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് ഈ അപ്നി പാർട്ടി രൂപീകരിച്ചത്. അവർ ഈ ഗുപ്താർ സഖ്യത്തിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഉണ്ടായിരുന്നു. ഗുപ്താർ സഖ്യം എന്ന് പറയുമ്പോൾ PDP, നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPM എല്ലാം കൂടി ചേർന്ന സഖ്യം. ആ സഖ്യത്തിൽ പെടാത്ത ഒരു ചെറിയ പാർട്ടിയാണിത്. അതുപോലെ തന്നെ ദോഗ്ര സ്വാഭിമാൻ പാർട്ടി, അവരും എക്കാലത്തും BJPയുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ 2 പാർട്ടിയാണ് BJPക്ക് സഹായം. ഇതിൽ BJP ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന പാർട്ടി ഈ അപ്നി പാർട്ടി തന്നെയാണ്. ഈ ജമ്മു കാശ്മീർ അപ്നി പാർട്ടിക്ക് തന്നെയാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കാരണം അവർക്ക് കടന്ന് ചെല്ലാൻ കഴിയാത്ത കാശ്മീർ മേഖലയിലൊക്കെ ഈ അപ്നി പാർട്ടിക്ക് നല്ല വേരോട്ടമുണ്ട്. അങ്ങനെയാണ് അവർ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് കുറേ സീറ്റുകൾ നേടുകയും പലയിടത്തും ഭരണത്തിൽ BJP പങ്കാളിയായതുമൊക്കെ ഇത്തരമുള്ള ഈ ബാരാമുള്ളയിൽ പോലും BJPക്ക് സീറ്റുകൾ ലഭിച്ചു. അതൊക്കെ ഈ അപ്നി പാർട്ടിയുടെ സഹായത്തിൽ ലഭിച്ച സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ചെറിയ പാർട്ടികളായ ദോഗ്ര പാർട്ടിയും അപ്നി പാർട്ടിയുമായിട്ടൊക്കെ BJP ഒരു അലയൻസിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ കാശ്മീരിൽ, ജമ്മുവിലല്ല കാശ്മീരിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഈ അപ്നി പാർട്ടിക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അപ്നി പാർട്ടി ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ PDPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ്, അതായത് PDPയുടെ അഴിമതിക്കും ഈ കുടുംബാധിപത്യത്തിനുമെതിരെ തെറ്റിപ്പിരിഞ്ഞൊരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു പരിധിവരെ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും BJP അവിടെ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 90 അംഗ നിയമസഭയാണ് അവിടെ ഉള്ളത്. 46 സീറ്റ് കിട്ടിയാൽ ഭരിക്കാം. അവർ അടുത്ത നിയമസഭയിലേക്ക് 50 സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അവർ ലോക്സഭയിൽ അവർ കുറഞ്ഞത് 4 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ ജമ്മു എന്ന് പറയുന്ന താഴ്വരയിലെ പ്രദേശം അവരെ സേഫാണ്. ലഡാക്ക് ഉൾപ്പെടെ അവർക്ക് 3 സീറ്റും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ അവർ സേഫാണ്. പക്ഷേ അവർക്ക് വേണ്ടത് കാശ്മീരിൽ നിന്ന് ഒരു സീറ്റെങ്കിലും, ശ്രീനഗർ സീറ്റോ അല്ലെങ്കിൽ ബാരാമുള്ള വേറെ ഏതെങ്കിലും ഒരു സീറ്റും കൂടെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് അപ്നി പാർട്ടിയുമായി മുൻപോട്ട് പോകാനാണ് സാധ്യത. ഗുപ്താർ സഖ്യം എത്രത്തോളം മുമ്പോട്ട് പോകുമെന്നറിയില്ല. നാഷണൽ കോൺഫറൻസും PDP തമ്മിൽ സഖ്യത്തിന് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ ലൈൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6 സീറ്റാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ 3 BJP, 3 നാഷണൽ കോൺഫറൻസുമാണ്. അടുത്ത തവണ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമോ എന്നറിയില്ല. ഈ സീറ്റ് തന്നെ മുമ്പോട്ട് നിലനിർത്തി പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ചിലപ്പോൾ ഒരു സീറ്റ് എങ്ങാനും BJPക്ക് അധികമായി കിട്ടും. ഏതായാലും നാഷണൽ കോൺഫറൻസിനും PDPയുള്ള സഖ്യത്തിനും ഒരു സീറ്റും അധികമായി കിട്ടാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ ഇന്നത്തെ പോയിന്റ്.